ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും മറ്റൊരു പ്രഭാതം കൂടി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ വിലപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും ഹോപ്പ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടുന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ഈ പ്രോഗ്രാം നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ കാരണമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ആത്മീയ സമ്പന്നതയെക്കുറിച്ചുള്ള ഒരു പ്രസംഗ പരമ്പരയാണ് ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചു വരുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ആ ഒരു നിലവാരത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കുന്നു. അതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്കു മതി. നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്താം. പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് എന്ന് പൗലോസ് പറയുന്നില്ല. നമുക്ക് പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് അറിയാം. ഒരു കാലത്ത് ദൈവസഭയെ പീഡിപ്പിച്ച മനുഷ്യൻ, ക്രിസ്ത്യാനികളുടെ ശത്രു, ദൈവകൽപ്പന അനുസരിക്കുന്നവരെ ഓടിച്ചിട്ട് പിടിച്ച്, അത് സ്ത്രീയായാലും പുരുഷനായാലും ബാലനായാലും വൃദ്ധനായാലും നിർദാക്ഷിണ്യം മനസാക്ഷിയില്ലാതെ അവരെ ക്രൂരമായി പീഡിപ്പിച്ച്, അതേ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രത്തിൻ്റെ ആ അഹങ്കാരത്തോടെ പ്രവർത്തിച്ച ഒരു മനുഷ്യനായിരുന്നു അപ്പോസ്തലനായ പൗലോസ് എന്ന് വിളിക്കപ്പെടുന്ന ശൗൽ. ദൈവം അദ്ദേഹത്തെ വിളിച്ചു വേർതിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ കർത്താവ് യേശു ക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായി ദൈവത്തിനു വേണ്ടി വിളങ്ങിയ, ശോഭിച്ച, ദൈവവേലയിൽ അഹോരാത്രം അധ്വാനിച്ച ഒരു കറയറ്റ വിശ്വാസത്തിൻ്റെ ഉടമയായിട്ടാണ് അപ്പോസ്തലനായ പൗലോസിനെ കാണുന്നത്. അനേകം മൈലുകൾ റോമിലൂടെ തലങ്ങും വിലങ്ങും യാത്ര ചെയ്തു. പല യൂറോപ്പിലും ഏഷ്യയിലും ഒക്കെ യാത്ര ചെയ്ത് സുവിശേഷം അറിയിക്കുവാൻ ഭാഗ്യം കിട്ടിയ മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹത്തിൻ്റെ അതിഗംഭീരമായ പ്രസ്താവനകൾ ക്രിസ്തീയ ജീവിതത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിപ്പിൻ. അതേ ആശയത്തോടെ, അതേ ധൈര്യത്തോടെ പൗലോസ് പറയാണ്, നിങ്ങൾ എൻ്റെ അനുകാരികളാകുൻ എന്ന് പറയുവാൻ ധൈര്യം കാണിച്ച ശക്തനായ ഒരു മിഷണറി വീരനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ജാതികളുടെ അപ്പോസ്തലൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പലരും യെരുശലേമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഒതുങ്ങിക്കൂടി കഴിയുമ്പോൾ, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, ആ സുവിശേഷം അറിയിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു, അത് അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന് ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ച മനുഷ്യൻ അതായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി, അദ്ദേഹത്തിൻ്റെ ദൈവവേലയുള്ള മനോഭാവം, കർത്താവിൻ്റെ വേലയെ സ്നേഹിക്കുന്ന ആ മെൻറ്റാലിറ്റി, അതൊക്കെ തിരുവചനത്തിൽ വളരെയധികം കാണേണ്ടതാണ്. വളരെയധികം വെളിപ്പാടുകളുടെ അതേ ആധിക്യമുള്ള ഒരു മനുഷ്യൻ, ധാരാളം വിഷൻസുള്ള, ദർശനങ്ങളുള്ള, കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യൻ, ദൈവത്തെ നേരിട്ട് പ്രാപിച്ച മനുഷ്യൻ എന്നൊക്കെ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് എന്നെ ജഡത്തിൽ കുത്തുവാൻ സാത്താനെ ഏൽപ്പിച്ചിരുന്നു. എന്താണ് പൗലോസിൻ്റെ വിഷയം എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ നിഗളിക്കാതെ ഇരിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നു. പലപ്പോഴും പലരും ഇത്തരത്തിൽ ശൂലമില്ലാത്തതുകൊണ്ട് നിഗളിച്ച് ദൈവസേനയിൽ നിന്ന് അകന്നു പോകുന്നത്. നമുക്കറിയാം, ഉസ്സിയാവിന് നിഗളം സംഭവിച്ചു. ഉസ്സിയാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 1 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ, അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം നാശത്തിനായിട്ട് നിഗളിച്ചു. വളരെ ചെറുപ്രായത്തിൽ രാജാവായ മനുഷ്യനാണ് ഉസ്സിയ രാജാവ്. പക്ഷെങ്കിൽ ബലവാനായപ്പോൾ ഏതാണ്ട് 16 വയസ്സുള്ളപ്പോഴാണ് ഉസ്സിയാവ് രാജാവാകുന്നത്. നല്ല യൗവനക്കാരൻ, നല്ല ചോരത്തിളപ്പ്, ഏത് പാപവും ചെയ്യാൻ അല്ലെങ്കിൽ ഏത് പ്രവൃത്തിയിലേക്കും ചാടുവാൻ തക്കവണ്ണം അത്ര രക്തം തിളച്ചു നിൽക്കുന്ന സമയം. അത് അദ്ദേഹത്തെ സക്രിയ പുരോഹിതൻ ഉപദേശിച്ചു വന്നു. ദൈവഭയത്തിൽ അദ്ദേഹം നിന്നു. പക്ഷേ ആ സമയം അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിച്ചു. പക്ഷേ ബലവാനായപ്പോൾ അദ്ദേഹത്തിന് ഹൃദയം നിഗളിച്ചു. ആത്മീയ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു പാപമാണ് നിഗളം. പലപ്പോഴും അതിൻ്റെ ആഴം പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം.
നിഗളം എന്ന് പറയുന്ന ഒരു വലിയ പാപമാണ്. സാത്താൻ നിഗളിച്ചു, ദൈവത്തോട് മത്സരിച്ചു, ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ തക്കവണ്ണം സാത്താൻ മുതിർന്നു. എനിക്കെല്ലാം ഉണ്ട്, എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് സൗന്ദര്യമുണ്ട്, എൻ്റെ ഭാര്യ മിടുക്കിയാണ്, എൻ്റെ മക്കളെ മിടുക്കരാണ്, കഴിവുള്ളവരാണ്. സ്വാഭാവികമായിട്ട് മനുഷ്യന് വരുന്ന നിഗളം, അഹങ്കാരം, പ്രൗഡ് എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ പൗലോസിനുണ്ടായിരുന്നു ഒരു നിഗളം. പൗലോസ് അത് തുറന്നെഴുതുകയാണ്. പൗലോസിൻ്റെ നിഗളത്തെക്കുറിച്ച് മറ്റാരുമല്ല എഴുതുന്നത്, പൗലോസ് തുറന്നെഴുതുക. എനിക്ക് നിഗളമുണ്ടായിരുന്നു, കാരണം ഞാൻ നിഗളിക്കുന്നത് ഒരുപാട് വിഷൻസ് ഉള്ള ഒരാളായിരുന്നു. ഞാൻ ദർശനങ്ങൾ കാണുന്ന വ്യക്തി, അല്ലെങ്കിൽ ദൈവിക മർമ്മങ്ങൾ ഗ്രഹിക്കുന്ന വ്യക്തി, ദൈവിക കലവറയുടെ അളവിനെ, ആഴത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പൗലോസിന് നിഗളമുണ്ടായിരുന്നു. പക്ഷേ പൗലോസ് പറയുന്നത്, ഞാൻ നിഗളിച്ചു പോകരുത്. അതാണ് എൻ്റെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് നിഗളമുണ്ടാകാം, പക്ഷെ നാം നിഗളിച്ചിട്ട് പിശാചിന് വന്ന അവസ്ഥയിൽ ആയിപ്പോകാനിടയാകരുത്. യെശയ്യാ പ്രവാചകനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ യെശയ്യാവിന് നിഗളമുണ്ടായിരുന്നു. ഉസിയാ രാജാവ് മരിച്ച ആണ്ടിലാണ് യെശയ്യാ പ്രവാചകൻ കർത്താവിനെ കാണുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? കർത്താവിനെ കാണുന്നതിന് ഉസിയാ രാജാവുമായിട്ട് എന്താ ബന്ധം? കർത്താവിനെ കാണുന്നത്, നമുക്ക് കർത്താവിനെ കാണാം. കർത്താവ് നമ്മളിൽ ആർക്കും അകന്നിരിക്കുന്നില്ല. കർത്താവിന്, ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. പക്ഷെങ്കിൽ ദൈവത്തെ കാണുന്നതിന് ഏതെങ്കിലും ഒരു വ്യക്തി തടസ്സമാണോ? അതാ നാം മനസ്സിലാക്കേണ്ടത്. പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് പറയുന്നു, ഉസിയാ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് അദ്ദേഹം പറയുമ്പോൾ, ദൈവത്തെ കാണുന്നതിന്, ദൈവത്തെ അറിയുന്നതിന് അദ്ദേഹത്തിന് ഉസിയാവ് ഒരു തടസ്സമായിരുന്നു. തീർച്ചയായിട്ടും തടസ്സമായിരുന്നു. ആ തടസ്സം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. യെശയ്യാ പ്രവാചകൻ്റെ ഒരു ചർച്ചക്കാരനാണ് രാജ്യം ഭരിക്കുന്ന ഉസിയാ രാജാവ്. നമുക്കറിയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ ഒരു ബന്ധുവാണെങ്കിൽ, അല്ലെങ്കിൽ തമിഴ്നാട് മുഖ്യമന്ത്രി നമ്മുടെ ബന്ധുവാണെങ്കിൽ, കേരളത്തിലെ മുഖ്യമന്ത്രി നമ്മുടെ ഒരു ബന്ധുവാണെങ്കിൽ, നമുക്ക് ആ ഒരു ചെറിയ അഹങ്കാരവും ബലവും ഒക്കെ കാണും. എൻ്റെ ഇന്നാരാണ് രാജ്യം ഭരിക്കുന്നത്, അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്നത് എന്നൊരു ചിന്ത നമുക്ക് വരും. നമുക്കാരെയും പേടിക്കേണ്ട, ആർക്ക് നമ്മൾ കീഴ്പ്പെടിയാലോ, ആരോട് എന്തും പറയാൻ നമ്മൾ മടിക്കുകയാണ്. കാരണം നമുക്ക് നമ്മുടെ ഇന്നടത്തുണ്ട് എന്നൊരു ചിന്തയാണ് നമ്മെ ഭരിക്കുന്നത്. ഇതാണ് പ്രവാചകനായിരിക്കുന്ന യെശയ്യാവിന് സംഭവിച്ചത്. പ്രവാചകൻ ദൈവഭക്തനായി ജീവിക്കേണ്ട ആളാണ്. വളരെ സമാധാനത്തോടെ, വളരെ സൗമ്യതയോടെ ദൈവത്തിൻ്റെ ദൂതുകൾ ജനത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്വമാണ് പ്രവാചകനിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. പക്ഷെങ്കിൽ മറിച്ച് ഇവിടെ യെശയ്യാ പ്രവാചകൻ നിഗളിച്ചു. കാരണം തൻ്റെ ബന്ധുവാണ് ഉസിയാ രാജാവ്. പക്ഷെ ഉസിയാ രാജാവ് മരിച്ചപ്പോൾ നിഗളം മാറി. ആശ്രയിക്കാൻ ആരുമില്ല, പൊങ്ങച്ചം പറയാൻ ആരുമില്ല, എൻ്റെ ഇന്നാരുണ്ട് എന്ന് പറയാൻ ആ സ്ഥാനത്ത് ഇപ്പം വേറൊരു രാജാവാണ്. ആ സമയത്ത് യെശയ്യാവ് ദൈവത്തിൽ ആശ്രയിച്ചു. യെശയ്യാവ് പറയാണ്, ദൈവമേ, നിന്റെ ശക്തി എനിക്ക് വേണം. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയെ കണ്ടല്ലോ. യെശയ്യാവ് പറയുന്നത് എന്താണെന്നറിയാമോ? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, എനിക്കയ്യോ കഷ്ടം. സമൂഹത്തിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും സഹവിശ്വാസികൾക്കും സഭക്കാർക്കും ഒക്കെ കഷ്ടം പ്രവചിച്ച് നടന്ന പ്രവാചകൻ പറയാണ്, അയ്യോ എനിക്ക് കഷ്ടം. അതുവരെ അവന് കുറ്റം, ഇവന് കുറ്റം, അവർക്ക് കുറ്റം, ഇവർക്ക് കുറ്റം, അങ്ങനെ പലർക്കും കുറ്റം പറഞ്ഞ് നടന്ന പ്രവാചകൻ പറയാണ്, അയ്യോ ഇപ്പോൾ എനിക്കയ്യോ കഷ്ടം, എൻ്റെ കണ്ണ് ദൈവത്തെ കണ്ടുവല്ലോ. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും കർത്താവിനെ കാണേണ്ടതുപോലെ കാണാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ അഹങ്കാരത്തോടെ സംസാരിക്കുന്നത്, നിഗളികളായി മാറുന്നത്, ദൈവഭയമില്ലാതെ മാറുന്നത്, ദൈവത്തെ അല്പം പോലും ശങ്കയില്ലാതെ ജീവിക്കുന്നതിൻ്റെ കാരണം നമ്മൾ പലപ്പോഴും ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ്. ഇവിടെ പൗലോസിനെ സംബന്ധിച്ച്, ശൗലിനെ സംബന്ധിച്ച് ഇവിടുത്തെ പ്രശ്നം അതല്ല. അദ്ദേഹം ദൈവഭക്തനാണ്. പക്ഷെങ്കിൽ അദ്ദേഹം നിഗളിക്കാതിരിക്കുവാൻ അദ്ദേഹത്തിനൊരു ശൂലം കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില ശൂലങ്ങളൊക്കെ കാണും. നമ്മളെ നിയന്ത്രിക്കുവാൻ, നമ്മുടെ ദൈവത്തെ മറക്കാതിരിക്കാൻ, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ. ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും വൈകല്യമുള്ളവരാവും. അതെന്തിനാ? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാനാവും. ഒരുപക്ഷെ നമ്മൾ ഏതെങ്കിലും
രോഗിയായിരിക്കും, നാളുകളായിട്ട് ചികിത്സിച്ചിട്ട് മറുപടിയില്ല, രോഗിയായിരിക്കും. എന്തിനാ? നമ്മൾ അഹങ്കരിക്കാതിരിക്കാൻ, ഞാൻ മിടുക്കനാണെന്ന് പറയാതിരിക്കാൻ, നാം ദൈവത്തെ മറക്കാതിരിക്കാൻ, നാം ദൈവത്തിൽ ആശ്രയിക്കാൻ. അത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ദൈവം നമ്മുടെ കുടുംബത്തിൽ തരും. അത് നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, എന്താണ്? അതെന്നെ വിട്ടു നീങ്ങുവാൻ ഞാൻ 1 അല്ല 2 അല്ല 3 വട്ടം ദൈവത്തോട് അപേക്ഷിച്ചു. പൗലോസിൻ്റെ ജീവിതത്തിൽ ഒരു മുള്ളുണ്ടായിരുന്നു. ശൂലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സാത്താൻ്റെ ദൂതനെ കുത്തുവാൻ ശൂലം എന്ന് പറയുന്നത് സൂചി കൊണ്ട് കുത്തുന്ന ആ ഒരു വേദനയാണ്, പെട്ടെന്ന് ആ വേദനയാണ്. അതെപ്പോഴും പൗലോസിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. ദൈവം പറയാണ്, പൗലോസേ, അത് മാറത്തില്ല. ഞാൻ 1 അല്ല 2 അല്ല 3 വട്ടം ദൈവത്തോട് അപേക്ഷിച്ച് അനേക രോഗികളെ സൗഖ്യമാക്കിയ ഒരു മനുഷ്യനാണ് പൗലോസ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് വന്നപ്പോൾ മറുപടിയില്ല. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ചില രോഗങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ചില പ്രശ്നങ്ങൾ നമ്മുടെ കൂടെ നമ്മുടെ അവസാനം വരേക്കാണ്. കാരണം നാം ദൈവത്തെ മറക്കാതിരിക്കുവാൻ, ദൈവം നമ്മളെ ഓർപ്പിച്ചുണർത്താൻ വേണ്ടി അത് വെച്ചിരിക്കുന്നതാണ്. കുടുംബത്തിൽ ആർക്കെങ്കിലും ചില വൈകല്യമായിരിക്കും, ചിലപ്പം വിട്ടുമാറാത്ത ചില തലവേദനകൾ, വയറുവേദനകൾ, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഒക്കെ, തലവേദന, പല പ്രശ്നങ്ങൾ നമുക്കിങ്ങനെ കാണും. ഇതെല്ലാം വിട്ടുമാറാതെ കിടക്കുന്നതിന് കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ കരുതുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് എന്ന കാര്യം മറക്കരുത്. ഇതാണ് നാം ഇവിടെ കാണുന്നത്. പൗലോസിനോട് ദൈവം പറയും, എൻ്റെ കൃപ നിനക്ക് മതി. പക്ഷേ പൗലോസ് ദൈവത്തിൽ ആശ്രയിച്ചു. ഈ രാവിലെ സമയം നാം നമ്മുടെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ട് എങ്കിലും, വേദനകൾ ഉണ്ടെങ്കിലും, ഒരുപാട് നഷ്ടങ്ങളുണ്ടെങ്കിലും, പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ദൈവസേനയിൽ കരഞ്ഞിട്ടും മറുപടി കിട്ടാത്ത ചില വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, ഇന്ന് പകലിൽ നാം മനസ്സിലാക്കണം, ദൈവം നമ്മൾ നിഗളിച്ചു പോകാതിരിക്കുവാൻ, ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ, നാം ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുവാൻ, നാം ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു മുള്ളാണ് എന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ വിധേയപ്പെടുക. എൻ്റെ കൃപ നിനക്ക് മതി. എന്താണ് ദൈവത്തിൻ്റെ കൃപ? അർഹതയില്ലാത്തടത്ത് ചൊരിയുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിൻ്റെ കൃപയ്ക്ക് പരിമിതികളില്ല. ദൈവത്തിൻ്റെ കൃപയ്ക്ക് അത് യാതൊരുവിധ തടസ്സവുമില്ല. ഏത് മേഖലകളിലേക്കും കടന്നില്ലെന്നാണ് ദൈവത്തിൻ്റെ കൃപ. ഈ ദൈവകൃപയ്ക്ക് വിധേയപ്പെടുവാൻ നിൽക്കണം. ഈ രാവിലെ പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്. പൗലോസ് പറയുന്നു, ഞാൻ ഓടിയത്, അധ്വാനിച്ചത് വൃഥാവായില്ല, ഞാനാകുന്നത് കൃപയാലാകുന്നു. നമുക്കങ്ങനെ പറയാൻ സാധിക്കുമോ? ഈ രാവിലെ സമയം എൻ്റെ മക്കളാകുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന നന്മകളെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. എനിക്ക് തന്നതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ അളവറ്റ മെറിറ്റാണ് എന്ന് മനസ്സിലാക്കി ദൈവസേനയിൽ താഴ്മയോടെ ഇരിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയ ദൈവമക്കളെ, ശാന്തമായി നാം മനസ്സിലാക്കണം. നാം വായിക്കുന്നുണ്ട് നോഗയെക്കുറിച്ച്. നോഗയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നോഗയുടെ പശ്ചാത്തലം നമുക്കറിയാം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നോഗ നിഷ്കളങ്കനായിരുന്നു, നീതിമാനായിരുന്നു, ദൈവത്തോടു കൂടെ നടന്ന വ്യക്തിയായിരുന്നു നോഗ. എന്നാൽ നോഗയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു. എന്നാൽ നോഗയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു എന്ന വാക്ക് നാം മനസ്സിലാക്കേണ്ടത്, പലർക്കും കൃപ ലഭിച്ചില്ല, അപ്പോഴും നോഗയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു. പലരെ ദൈവം തള്ളിക്കളഞ്ഞു, അപ്പോഴും നോഗയെ ദൈവം ചേർത്ത് പിടിച്ചു. എന്താണ് നോഗയ്ക്ക് ദൈവത്തിന് കൃപ ലഭിക്കാൻ കാരണം? ദൈവത്തോടു കൂടെ നടന്നവൻ. ലോകം കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും വലിയ ജലപ്രളയം നോഗയുടെ കാലത്തായിരുന്നു. ഏതാണ്ട് 5 മാസക്കാലം നിരന്തരം വെള്ളം ഭൂമിയിൽ കെട്ടിക്കിടന്നു. വലിയ ജലപ്രളയം. ഭൂമിയിലെ സകല മനുഷ്യരും, നോഗയുടെ ഭാര്യ, നോഗയുടെ 3 ആൺമക്കൾ, നോഗയുടെ 3 ആൺമക്കളുടെ ഭാര്യമാർ, അങ്ങനെ 3 6 2 8 പേർ ഒഴികെ എല്ലാവരും മരിച്ചു. നോഗയുടെ ചാർച്ചക്കാരും ബന്ധുമിത്രാദികളെല്ലാം മരിച്ചുപോയി. നോഗയുടെ പെട്ടകം പണിത മനുഷ്യൻ മരിച്ചുപോയി. ധാരാളം പണിക്കാർ ആ പെട്ടകം പണിയുന്നതിൽ ഉണ്ടായിരുന്നു, പക്ഷെ അവരെല്ലാം മരിച്ചുപോയി. ഏതാണ്ട് 120 വർഷം ലോകത്തോട് പ്രസംഗിക്കുവാൻ നോഗയ്ക്ക് കഴിഞ്ഞത് ദൈവത്തിൻ്റെ കൃപയായിരുന്നു. പ്രിയ ദൈവമക്കളെ,
നോഗയുടെ പ്രസംഗത്തിൽ ആരും രക്ഷിക്കപ്പെട്ടില്ല. ഒരു വ്യക്തി പോലും മനസ്സാന്തരപ്പെട്ടില്ല. ഒരു വ്യക്തി പോലും യേശുവിനെ അറിയുവാൻ, ദൈവത്തെ അറിയുവാൻ മുന്നോട്ട് വന്നില്ല. പക്ഷെ എപ്പോഴും നിർബാധം തൻ്റെ പ്രസംഗം തുടർന്നു കൊണ്ടിരുന്നു. നിരാശനാകാതെ, അതേ മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ നോഗ ദൈവത്തിൽ ആശ്രയിച്ച് തന്റെ ദൗത്യം നിറവേറ്റുവാൻ കാരണം നോഗയ്ക്ക് ദൈവത്തിൻ്റെ കൃപയാണ് ലഭിച്ചത്. ഈ ഭൂമിയിൽ, ഈ പട്ടണത്തിൽ, ഈ ദേശത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ നയിക്കുന്നത്. നമുക്കറിയാം, കൊറോണ വൈറസ് അനേകായിരങ്ങൾ ഭൂമിയുടെ മുഖത്ത് നിന്നും മാറ്റപ്പെട്ടു പോയി. അനേക ബുദ്ധിരാക്ഷസന്മാർ, എത്രയോ ധനാട്യന്മാർ, എത്രയോ വിദ്യാസമ്പന്നന്മാർ ഒക്കെ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയി. പക്ഷേ അതിൻ്റെയൊക്കെ നടുവിലും വലിയ പേരും പെരുമയും ഇല്ലാത്തവരായ സാധാരണക്കാരായ ദൈവം നമ്മെ നിലനിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപയ്ക്ക് നന്ദി കരേറ്റുവാൻ, ആ കൃപയുടെ വലിപ്പത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം ഈ രാവിലെ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കണം. നമ്മുടെ ആരുടെയും കഴിവല്ല, നമ്മുടെ മൂക്കിലൂടെ കയറിയിറങ്ങുന്ന ശ്വാസം ഏതു സമയത്തും നിലയ്ക്കാം. പക്ഷെ അത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് സൗജന്യമായിട്ട് നമുക്ക് തന്നതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്കറിയാം, കൊറോണ വൈറസ് കാലത്ത് കൊറോണ പിടിപെട്ട് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആയിരങ്ങൾ ഹോസ്പിറ്റലായപ്പോൾ അവർക്ക് ഓക്സിജൻ സിലിണ്ടർ കിട്ടാതെ പരക്കം പാഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു. ഇന്ന് നാം ശ്വസിച്ച് തള്ളുന്ന ആ ഓക്സിജൻ കിട്ടാതെ അനേകായിരങ്ങൾ ഐസിയുൽ കിടന്ന് കൈയും കാലും ഇട്ടടിച്ച് മരിച്ചുപോയി. അപ്പോൾ എത്രയോ കാലാകാലങ്ങളായി ദൈവം നമുക്ക് ശുദ്ധവായു തന്ന്, ഓക്സിജൻ തന്ന്, നമ്മെ എത്ര അത്ഭുതകരമായി ദൈവം നമ്മെ പരിപാലിക്കുന്നു. അത് ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപയെ ഈ പകൽക്കാലം നാം ഓർക്കണം. പ്രിയ ദൈവമക്കളെ, നാം ഓർക്കണം. ഈ ലോകം അതിൻ്റെ ഏറ്റവും അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മെ നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ കൃപ. ദൈവം പൗലോസിനോട് പറയാണ്, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി. ആ ഒരു കൃപയിൽ വേണം ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ. ആ കൃപയ്ക്ക് ദൈവസേനയിൽ നന്ദിയുള്ളവരായി മാറണം. പ്രിയ ദൈവമക്കളെ, നാം കാണുന്നുണ്ട്, മറിയയ്ക്ക് കൃപ ലഭിച്ചു. മറിയ, യഹൂദ മലനാട്ടിൽ അനേക കന്യകമാരുണ്ടായിരുന്നു. സുന്ദരിമാരായ, വിശുദ്ധിയുള്ള, ദൈവഭയമുള്ള അനേകം കന്യകമാരുണ്ടായിരുന്നു. പക്ഷെങ്കിൽ യോസേപ്പിൻ്റെ ഗ്രഹത്തിൽപ്പെട്ട മറിയയ്ക്ക് മാത്രമാണ് ആ കൃപ ലഭിപ്പാനിടയായി മാറിയത്. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്നാണ് ഗബ്രിയേൽ ദൂതൻ പറയുന്നത്. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ ഭൂമിയുടെ പരപ്പിൽ നിർത്തിയിരിക്കുന്നത്. നമ്മൾ കണ്ടവർ കേട്ടവർ എത്രയോ പേർ ലോകം വിട്ട് കടന്നുപോയി. എത്രയോ പേർ രോഗക്കിടക്കയിലായി. എത്രയോ പേർ അതേ അംഗവൈകല്യം സംഭവിച്ചു പോയി. എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾ, എത്രയോ നിരപരാധികൾ, എത്രയോ നിഷ്കളങ്കർ ലോകത്തുനിന്ന് മാറ്റപ്പെടുമ്പോഴും ഈ ഭൂമിയിൽ ദൈവം നമ്മെ നിർത്തുന്ന ദൈവകൃപയാണ്. മറിയയ്ക്ക് കൃപ ലഭിച്ചു. അതുകൊണ്ട് രക്ഷകന്റെ അമ്മയാകുവാൻ, യേശുവിന് അതേ ജന്മം കൊടുക്കുവാൻ മറിയയ്ക്ക് ഭാഗ്യം ലഭിച്ചു. ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് നാം ഓർക്കണം. ദാവീദ് 51 സങ്കീർത്തനത്തിൽ 1 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. സങ്കീർത്തനം 51:1, ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ക്കണമേ. എന്തുകൊണ്ടാണ് ദാവീദ് അങ്ങനെ പറയുന്നത്? ദാവീദ് ഏറ്റവും വലിയ പാപത്തിൽ വീണുപോയി. ദൈവഭക്തനായ ദാവീദ് അതേ ഉരിയാവിൻ്റെ ഭാര്യയായ ബത്ശേബയുമായി ഒരു വലിയ പാപത്തിൽ ഏർപ്പെട്ടുപോയി. വലിയൊരു വ്യഭിചാരം, ദൈവത്തിൻ്റെ 7-ാം പ്രമാണം ലംഘിച്ചു. അതേ പാപം ചെയ്യാത്തവനായി ഞാൻ നീതിമാനാണ് എന്ന് പുറമേ കാണിക്കുന്ന ദാവീദിൻ്റെ ഭവനത്തിലേക്ക്, തൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു സുപ്രഭാതത്തിൽ പ്രവാചകനായിരിക്കുന്ന നാഥാനെ ദൈവം അയച്ചു. നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ കൊട്ടാരത്തിൽ വന്നു. ദാവീദ് വലിയ ഭക്തനായിട്ടിരിക്കുകയാണ്. ഒരു ചെറിയ കഥ പറയുന്നു. ഒരു മനുഷ്യന് 100 ആടും ഒരു പാവപ്പെട്ടവൻ ഒരാടും. 100 ആടുള്ള മനുഷ്യൻ തൻ്റെ വീട്ടിൽ ഒരു അതിഥി വന്നപ്പോൾ 100 എണ്ണത്തിൽ ഒന്നിനെ എടുക്കാതെ പാവപ്പെട്ടവൻ ആകപ്പാടെ താലോലിച്ച് വളർത്തുന്ന ആ ഏക ആട്ടിൻകുട്ടിയെ കശാപ്പ് ചെയ്ത് തൻ്റെ വീട്ടിൽ അതിഥിയായി വന്ന
വഴിപോക്കന് കൊടുത്തു എന്ന വസ്തുതയാണ് നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുന്നത്. ഇത് കേട്ട മാത്രയിൽ ദാവീദ് രാജാവിൻ്റെ ആത്മരോക്ഷം അതേ ശക്തിപ്പെട്ടു. ദാവീദ് ചാടി എഴുന്നേറ്റു. ആരാണ് എൻ്റെ രാജ്യത്തിൽ ഈ അനീതി ചെയ്ത മനുഷ്യൻ? ആരാണ്? 100 ആടുണ്ടായിട്ടും പാവപ്പെട്ടവൻ്റെ ആടിനെ കശാപ്പ് ചെയ്ത മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് ദാവീദ് ചാടി എഴുന്നേറ്റു. നാഥാൻ പ്രവാചകൻ അല്പം പോലും ഭയം കൂടാതെ അവൻ്റെ നേരെ കൈ ചൂണ്ടി ദാവീദിനോട് പറഞ്ഞു, മിസ്റ്റർ ദാവീദ്, അത് താങ്കൾ തന്നെയാണ് എന്ന് പറയാനിടയായി തീർന്നു. ദാവീദ് ഞെട്ടി വിറച്ചു. ദാവീദിനോട് പറഞ്ഞു, നിന്റെ വിശ്വസ്തനായ പട്ടാളക്കാരനായിരിക്കുന്ന ഊരിയാവിൻ്റെ ഭാര്യയെ നീ വ്യഭിചരിച്ചു. ആ ഊരിയാവിനെ നീ ചതിച്ചു കൊല്ലുവാനിടയായി തീർന്നു. നിന്റെ പട്ടാളക്കാരൻ, നിന്റെ രാജ്യത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ, നിന്റെ രാജ്യത്തിൻ്റെ കാവലാൾ, ആ വ്യക്തിയെ നീ അതേ കശാപ്പ് ചെയ്ത് കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. ദാവീദ് പേടിച്ച് വിറച്ചുപോയി. ദാവീദ് മാറത്തടിച്ച് നിലവിളിക്കുകയാണ്. ദാവീദ് അപ്പോൾ രചിച്ച സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. എന്താണ് ദാവീദ് പറയുന്നത്? ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. ദാവീദ് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നിന്റെ കൃപ, നിന്റെ കൃപ, നിന്റെ കൃപ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം ആ കൃപ എൻ്റെ മേലുണ്ടാകണമേ. ഊരിയാവിൻ്റെ ശാപം എൻ്റെ മേൽ വരരുതേ എന്ന് പറഞ്ഞ് ദാവീദ് നെടുമ്പാടി വീണ് കരയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, പിൽക്കാലത്ത് ദാവീദ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനായി മാറി. ദാവീദിനെ കുറിച്ച് ദൈവം പറയുന്നത് എങ്ങനെയാണ്? ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. കൊടുംപാവിയും കൊടും ചതിയനുമായിരിക്കുന്ന ദാവീദിനെങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായി തീരുവാൻ സാധിച്ചു? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതിൻ്റെ ഏക കാരണം ദാവീദിൻ്റെ ഏറ്റുപറച്ചിൽ, ദാവീദിൻ്റെ പശ്ചാത്താപം, ദാവീദിൻ്റെ കരച്ചിൽ മാത്രമല്ല. ദാവീദ് കരഞ്ഞപ്പോൾ ദൈവം ദാവീദിനോട് കാണിച്ച ദൈവത്തിൻ്റെ മഹാകൃപ, ദൈവത്തിൻ്റെ മഹാകൃപ. ഈ രാവിലെ സമയം ആ കൃപയിലാണ് നാം ജീവിക്കുന്നത്. ആ കൃപയ്ക്ക് വേണ്ടി നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ആ കൃപ എൻ്റെ മേൽ പകരണമേ, എൻ്റെ കുടുംബത്തിന്മേൽ പകരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവകൃപയില്ല എങ്കിൽ നമുക്കൊരു നിമിഷം പോലും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധ്യമല്ല. ആ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമ്മെ തന്നെ താഴ്ത്താം. ദാവീദിനെ അനുഗ്രഹിച്ച ദൈവകൃപ, അതേ മറിയയ്ക്ക് കൊടുത്ത ദൈവകൃപ, നോഗയ്ക്ക് കൊടുത്ത ദൈവകൃപ, പൗലോസിന് മേൽ ചൊരിഞ്ഞ ആ ദൈവകൃപ എൻ്റെ മേൽ പകരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളിടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, ഈ മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. അവിടുത്തെ മക്കളായ നടിയങ്ങൾക്ക് ഒരിക്കൽ കൂടി ഈ രാവിലെ സമയം അവിടുത്തെ തിരുസനിൽ വരുവാൻ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളാകുന്ന ദൈവത്തിന് കൃപയാലാണ്, ഞങ്ങളുടെ മക്കൾ ജീവിക്കുന്ന ദൈവകൃപയിലാണ്, ഞങ്ങളുടെ സഭ ആയിരിക്കുന്ന ദൈവകൃപയിലാണ്. ആ ദൈവകൃപയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണം, ഞങ്ങളുടെ ബലഹീനതകളെ ക്ഷമിക്കണം. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ ദിനംതോറും കഴുകി അങ്ങയോട് അടുത്ത് നിൽപ്പാൻ, അങ്ങയോട് ചേർന്ന് നിൽപ്പാൻ നിൽക്കണം. ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തുന്നു. എല്ലാവരെയും പേരുവരായി ആളാം പ്രതി അവിടുന്ന് അനുഗ്രഹിക്കണം. അടിയനെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതോടത്തെ പ്രിയപുത്രൻ ഞങ്ങളുടെ രക്ഷകനുമായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കിന്ന് ഈ ദിവസങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ വിശ്വാസ ജീവിതത്തെ കരുത്ത് പകരാനിടയാകട്ടെ. ഈ ഹോപ്പ് ചാനലിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ഓരോ ശുശ്രൂഷകളും പ്രോഗ്രാമുകളും നിങ്ങൾ കണ്ടു കേട്ട് അനേകരെ അതിലേക്ക് നയിക്കണം. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.